നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ചിരിക്കാനുള്ള ഒരു വേദിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചവരിൽ ടോപ്പിൽ തന്നെ നമ്മുടെ ഇന്നസെന്റ് സാർ ഉണ്ടായിരിക്കും. എനിക്കൊന്ന് സാറിനെ കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ പലതവണ സാറിൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ സീക്വൻസസ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയത്. അത് ഓരോ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നസെന്റ് സാറിനെ കാണുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച കുറേ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൽ ഒരു കഥാപാത്രം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടഫ്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു സാർ ചെയ്ത ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ക്ലിപ്പിംഗ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എന്റെ മുഖത്ത് ഭയങ്കര ക്ഷീണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ട? നീ ശ്രദ്ധിച്ചിട്ടില്ല? അന്നാസേ, കാലത്തെ ചൂടായത് മോശമായി പോടാ. ഏയ്, ചൂടായത് കൊണ്ടല്ലടാ ഈ ടേസ്റ്റ്. പുട്ട് തണുത്ത കല്ല് പോലെ ഇരിക്കും. അതല്ലടാ, കാലത്തെ ചന്ദ്രികയുടെ അടുത്ത് നമ്മള് ചൂടായില്ലേ അത്. അത് മോശമായി പോയി. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടിപ്പോയി. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. നിന്റെ കൊറോണ വിളിക്ക് ഒരു കുത്തു വെച്ചെന്നല്ലോ. ഗംഭീര സീനാണ്. എസ്പെഷ്യലി ആ പുട്ട് എടുത്തിട്ട് ആ പറയുന്ന ആ ഒരു മോഡലേഷൻ ഭയങ്കര രസമാണ്. അല്ല, നമ്മൾ അതിനകത്ത് പൊട്ടിച്ചിരിക്കുന്ന സംഭവിച്ചാല് ഒരൊറ്റ ഒന്നോ രണ്ടോ സീനിൽ വന്നു പോണ ശങ്കരാടി ചേട്ടന്റെ ക്യാരക്ടർ. അതെ. അതില് പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ അവരോട് വന്നോടോ, ഏയ് ഇവിടെ ആരും വന്നിട്ടില്ല, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. പുള്ളിയുടെ സത്യസന്ധത, ആ കോൺഫിഡൻസ് ആണ്. എടാ മഹാഭാവികളെ. അല്ല ചേട്ടാ, ചേട്ടൻ ഇപ്പൊ ഒത്തിരി സിനിമയിൽ അമ്പിളിച്ചേട്ടനുമായിട്ടല്ലേ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടല്ലോ. ആ ഒരു കെമിസ്ട്രി ഭയങ്കര പറ്റില്ല. അല്ല, അത് ഇപ്പൊ എനിക്കുള്ളത് കാബൂളിവാലയിലാണ് അങ്ങനെ ഒരു കന്നാസും നായകന്മാരാണ്. എന്തായാലും ആ സിനിമയിൽ വിനീതുണ്ട്. വിനീത് നായകനാണ് ആ സിനിമയ്ക്കകത്ത്. നമ്മൾ വേറെ ഈ പറഞ്ഞ പോലെ ചാക്കും അല്ല, എല്ലാ നായകന്മാരും തന്നെ. ആ സിനിമയുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യണം എന്ന് പറയുന്നത് സിദ്ദിഖും ലാലാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ കടലാസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് ജഗതി ശ്രീകുമാറാണ്. അപ്പോൾ അവരിങ്ങനെ എല്ലാം റെഡിയാക്കിയൊക്കെ നിന്ന് അവസാനം അയാളോട് പറഞ്ഞു. അപ്പോൾ ഈ ജഗതി ശ്രീകുമാർ പറഞ്ഞു, അല്ല എനിക്കത് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല, എനിക്ക് അവിടെ പോകണം, സിംഗപ്പൂർ പോകണം എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇത് നീട്ടാൻ പറ്റില്ല, നമ്മൾ ഈ സിനിമ ചെയ്യും. അതിൽ കന്നാസ് നിങ്ങളാണ്, കടലാസിന് നമ്മളൊരാളെ മനസ്സിൽ കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവസാനമായിട്ട് ഇന്നസെൻ്റ് ഏട്ടൻ നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിനോടൊന്ന് സംസാരിക്കണം, ഈ കാര്യം പറയണം, ഇത്രയും നല്ല ക്യാരക്ടറാണ്, അത് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയണത് നിങ്ങളല്ലേ, അതിൻ്റെ സംവിധായകരും ഇവരൊക്കെ നിങ്ങളല്ലേ അല്ല, നിങ്ങൾ പറഞ്ഞു വാക്ക്. കാരണം അന്ന് ജഗദീഷ് ശ്രീകുമാർ ഇങ്ങനെ ഓടിൻ്റെ അടക്കാണ്. ഈ പടം കഴിഞ്ഞ് ആ പടം കഴിഞ്ഞ് ഈ പടം. അപ്പം ഞാൻ എന്നെ അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ എനിക്കും തോന്നി ഞാനാണല്ലോ അവരെക്കാളും ഒരു മിടുക്കനൊക്കെ നമുക്ക് വെറുതെ തോന്നാം. പക്ഷെ അവർക്കും ഒരു ഉറപ്പുണ്ട്, ജഗദീഷ് ശിവകുമാർ എന്നോട് വാക്ക് പറഞ്ഞാൽ അത് തെറ്റിക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അവർ പറഞ്ഞേൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ജഗതിയോട് കാര്യം പറഞ്ഞു, നീ എന്താ പറയണേ, നീ ഈ റോള് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇതിനകത്ത് ഇനി നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചാക്കും തോളിലിട്ട് ഒരു മുഷിഞ്ഞ ഷർട്ടും ഒരു ട്രൗസറായിട്ട് ഈ പ്രായത്തിൽ ഒരിക്കലും അങ്ങനെ നമുക്കൊരു റോള് കിട്ടില്ല, കഥ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നീ ഒരു കാര്യം നീ പറ, നിനക്ക് പറ്റുമോ? അപ്പോൾ ആണ് ജഗതി പറയുന്നത്, ഞാൻ ഇങ്ങനെ ദുബായിലോ അവിടെ എങ്ങാണ്ട് ഒരു സംഭവം ഏറ്റിട്ടുണ്ട്, ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ചെയ്യാം, എന്നോട് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞേക്ക്, വേറൊരാൾ ചെയ്യും, എന്താ പറയണേ? അപ്പോൾ ഞാൻ ഇത്രയും ഇതായിട്ട് പറയാനാണല്ലോ. അപ്പോൾ ഈ ജഗദീഷ് ശിവകുമാറിന് മനസ്സിലായി ഈ റോള് പവനാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ പറയില്ല. അങ്ങനെ ജഗദീഷ് ശിവകുമാർ എന്നോട് പറഞ്ഞു, വാക്ക് തന്നു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ കന്നാസും കടലാസും നമ്മൾ ഈ സിനിമ കാബൂളിവാല ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കണ്ട ഈ സീൻ, ആ സീനിൻ്റെ അകത്തൊന്നും ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇല്ല, അത് അവരെഴുതി തന്നെ. ഇത് എങ്ങനെ തീർക്കും എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പഴം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ അത് തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. അല്ല, അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ സിനിമയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ നായകന്മാരായിട്ട് വരുന്ന ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നെന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച്
ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന അതെ, ഒരു അതെ. ഇതാണ്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതെ, ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണത്. ഞാനിപ്പോഴും മനസ്സിൻ്റെ അകത്തുള്ളത് ഇത്രയും നല്ലൊരു റോള് നമ്മൾ അതിലത്തെ ഡ്രസ്സൊന്നുമല്ലല്ലോ അതിൻ്റെ പ്രധാന കാര്യമാണ്. അപ്പോൾ ആ റോള് നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാമെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. കാലങ്ങൾ കഴിയുന്നു. ഞാൻ ജഗദീഷ് ശ്രീകുമാറിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു, അമ്പിളി ഒരു കാര്യമുണ്ട്, നിൻ്റെ ഈ വല്ലാത്ത ഓട്ടം ഇനി വേണ്ട. നമുക്ക് ഞാൻ തന്നെ നിങ്ങൾക്കറിയാലോ, പലരും പല സിനിമകളിലും വിളിച്ചിട്ട് ഞാൻ വരില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നല്ല തിരക്കൊക്കെ ഉള്ള സമയത്ത് ഞാനാ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഒരു പടം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഫോൺ പിടിച്ചെന്ന് പറഞ്ഞു, ഫോൺ കൊടുത്തു. ഇയാളോട് പറഞ്ഞു ഇല്ല എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ റോള് ബെസ്റ്റ് റോളാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്രമമോ മാനസികമായിട്ട് നമുക്കൊരു സുഖമോ കാര്യങ്ങളോ കിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമാണ്. നല്ല മാവ് പൂത്തു, കശുമാവ് പൂത്തു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചെമ്പോത്ത് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകണു, അത് തുറന്നിട്ട് മഴ പെയ്യുന്നത് കാണാം. മഴ പെയ്യണു, മഴക്കാലം വരുന്നു, അണ്ണാറക്കണ്ണൻ മോളിൽ നിന്ന് താഴ്ത്തിക്ക് വന്നിട്ട് എന്നെ കൊഞ്ഞനം കാണിക്കുക, അത് കഴിഞ്ഞിട്ട് അണ്ണാറക്കണ്ണൻ മോളി, ഞാനിതൊക്കെ കാണണ്ടേ ഈ ലൈഫില്. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് നമ്മൾ നല്ല ഡയറക്ടർമാരെ പേര് പറയണില്ല, കാരണം ഇനി അവരെന്നെ വിളിക്കില്ല. അപ്പോൾ നമ്മളത് വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അമ്പിളിയോടും പറഞ്ഞു, ഇനി അമ്പിളി വലിയ ഓട്ടം വേണ്ട, ഇത്രയൊക്കെ മതി, ഇടയ്ക്കൊക്കെ ഓരോ പടങ്ങൾ വേണ്ടാന്ന് വെക്കാം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കളിക്കുന്നതും ഓടി ആ ഒരു സീൻസ് ഒക്കെ നമുക്കൊന്ന് കാണാൻ പറ്റട്ടെ. കാബൂളിവാല 2 തന്നെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ വരുന്നു. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു.